നമ്മളവിടെ എത്തിയോ? അതുകൊള്ളാലോ. ഈ സൈഡില് നമ്മൾ ഇങ്ങനെ വന്നു, നമ്മൾ ഇതില് തന്നെ വന്നു, നമ്മളിട്ട് ഇതില് വന്നു. അതല്ലേ? ആ, ഇതല്ലേ വിൽസന്റെ പഴയ വഴി? അച്ഛനുണ്ടെങ്കിൽ അതിലൊരു ബോർഡുണ്ടെങ്കിൽ ആരമാർക്ക് വിൽസന്റെ വീട്ടിലേക്ക്. ഹായ്, ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എടാ പറയാത്ത തന്നെടാ സ്വാഗതം. അപ്പോഴേ ഞങ്ങള് കഴിഞ്ഞ ദിവസം ഒരു പ്ലാനിങ് ചെയ്തില്ലായിരുന്നു, നമ്മൾ എങ്ങോട്ട് പോകുമെന്ന്. നമ്മളിപ്പോൾ ആ യാത്രയിലാണ് കേട്ടോ. നമ്മളിപ്പോൾ എങ്ങോട്ടോ പോവുകയാണ് സുഹൃത്തുക്കളെ, എങ്ങോട്ടോ പോവുകയാണ്. ഇപ്പം നമ്മൾ പള്ളിയുടെ സൈഡിൽ കൂടിയുള്ള വഴിയിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതന്നെ ചേട്ടാ പള്ളിയിൽ ഇത്രയ്ക്ക് വണ്ടി. ആ കുർബാന ഇതാ നമ്മുടെ ഇടവക പള്ളിയാണ് കാണുന്നത്, സെന്റ് മേരീസ് ഫൊറോന ചർച്ച്, കരിമണ്ണൂർ. അപ്പൊ ഈ വഴി ഇതാ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് കേട്ടോ. എല്ലാ വഴിയും നീണ്ടു നിവർന്ന കിടക്കണേ. ആർക്കും ഒന്നും പറയാനില്ലേ? വളവും തിരിവൊക്കെ ഉണ്ട്. ഇവിടെ ഒരു പാലയല്ലടാ, പാലം. അപ്പൊ ഇതിങ്ങനെ ഒരു ഇടവഴിയാണെങ്കിൽ, ഇടവഴിയല്ല, ഇത് കരിമണ്ണൂർ ആലക്കോട് വഴിയാണ്. പോയാൽ നമുക്ക് പല വഴികളിലേക്ക് പോയാൽ ഇതിലെ പോയാൽ കിളിയറ പോകാം, കിളിയറയിൽ നിന്ന് ചാലാശ്ശേരിക്ക് പോകാം, ചാലാശ്ശേരിക്ക് പോയിട്ട് അവിടെ നിന്ന് ആലക്കോട് പോകാം. പല വഴിക്ക് ഇത് ചെല്ലാം. ആലക്കോട് നിന്ന് പിന്നെ അവിടെ നിന്ന് തിരിഞ്ഞ് ഇഞ്ചാനി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ഇഞ്ചാനിക്ക് പോവാം. അത് കഴിഞ്ഞ് പാടം പണ്ടൊക്കെ എന്തോ മീനുള്ള സ്ഥലമായിരുന്നു അറിയാം പാടം. അതിപ്പോഴും ഉണ്ട്. ആ കൊക്കി ഇരിക്കണ കാണുമ്പോ അറിയാം. ഇവിടെ ഒരുപാട് വീടുകളുണ്ട് കേട്ടോ ഈ ഭാഗത്ത്, ഒത്തിരി വീടുകളുണ്ട്. എല്ലാം നല്ല ബിഗ് ബെഡാ ബംഗ്ലാവാ, ബെഡായി ഹൗസാ, ബെഡായി ബംഗ്ലാവ്. അല്ല ചേട്ടാ, ഇങ്ങോട്ട് പാവങ്ങളൊന്നുമില്ല ചേട്ടാ. എല്ലാം നല്ല VIP ടീംസ്. ഇങ്ങോട്ടുള്ളവർക്കൊക്കെ അത്യാവശ്യം സ്ഥലമുണ്ട് തോന്നൂല്ലേ? സ്ഥലമുള്ള ഏരിയ, സ്ഥലമുണ്ട്. മിനിമം ഒരു 1/2 ഏക്കറെങ്കിലും. അവിടെ ഇഷ്ടംപോലെ വീടുണ്ടല്ലോ. അത് നല്ല വെറൈറ്റി വീടുകളല്ല, ഇരുനില വീടുകളാ അല്ലേ? ഒറ്റ നില വീട് പണിയുമ്പോ സ്ഥലത്തിനൊത്ത രീതിയിൽ വിത്തുൽപാദന കേന്ദ്രമാണത്. അപ്പൊ അവിടെ പോയി വിത്ത് കിട്ടുമോ? നെല്ലാണോ? നെല്ലുള്ളൂ എനിക്ക് തോന്നുന്നു. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഇതിലേക്കാണ്. ഇതാ ഒരു കള്ള് ഷാപ്പ് കണ്ട്. കപ്പയും മീനും വാങ്ങിച്ചാ ചേട്ടാ? പിന്നെ അവിടെ എന്നാ ഉള്ള? അയ്യേ, അതെന്തൊരു ഷാപ്പാ? ടാബോർ റീട്രീറ്റ് സെന്റർ. ആ അതെ, സൈഡിലേക്ക് നോക്ക്. നല്ല ഇതേ ഇവിടെ ഒരു കപ്പേളയൊക്കെ ഉണ്ട് കേട്ടാ. ഈ വഴിയാണോ നമ്മള് പോണേ? അവിടെ ഒരു കപ്പേളയൊക്കെ ഉണ്ട്. നമ്മുടെ കരിമണ്ണൂര് പള്ളിയുടെ കപ്പേള. സെന്റ് ജോർജ് ആണോ ചേട്ടാ അത് കപ്പേള? അവിടെ ഗീവർഗീസ് പുണ്യാളന്റെ പടം ഇരിക്കണുണ്ട്. ഇല്ല, കണ്ടില്ല. അതൊക്കെ നിർത്തി കാണിച്ചു തരണ്ട, എന്നാലേ എനിക്ക് വല്ലതൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഈ വഴി അത്ര ബെറ്റർ അല്ലെന്ന് തോന്നണല്ലോ ചേട്ടാ. ഇവർക്ക് ഈ വഴി എന്നിട്ട് തന്നെ നല്ല മൊത്തം പൊളിഞ്ഞു പോയി. എനിക്ക് ചാലക്കാമുക്കല്ലല്ലോ, ചാലാശ്ശേരിയിൽ ഞാൻ പണ്ടേ
ഒരു വീട് കണ്ടത് OLX. എനിക്ക് ആ വീട് ഭയങ്കര ഇഷ്ടമായിരുന്നു. നീ ഓർക്കണ്ടോടാ? ഞാൻ എപ്പോഴും എനിക്ക് ആ വീട് വാങ്ങാൻ ആഗ്രഹമാണെന്ന് പറയില്ലായിരുന്നോടാ. ഇതെന്തുവാ ചേട്ടാ സംഭവം? ഓ, ഇതാണ് ടാബോറ്. നമ്മളിതില് വന്നിട്ടുണ്ടല്ലോ. നമ്മൾ എന്തിനാ ചേട്ടാ നാളിതേ ഇതിന്റെ മണ്ടയ്ക്ക് ഏതാണ്ടൊക്കെ കൊറേ സിസ്റ്റർമാരുടെ ഒക്കെ രൂപം. എന്താണ് താബോറ് റിട്രീറ്റ് ധ്യാന കേന്ദ്രം? എന്താ ഇതോ അത് ഞാൻ ഇന്ന് വരെ വന്നിട്ടില്ല ചേട്ടാ. ഇതേ ഇവിടെ കൊറേ ആളുകളുടെ ഒക്കെ ഫോട്ടോ ഇരിപ്പുണ്ട്. ഇതൊക്കെ ആരാകപ്പാടെ കുരിശ കിടക്കണ കർത്താവിനെ അറിയുള്ളൂ. 14 സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇവിടെ എന്തുമാത്രം ആളാ വരുന്നേന്നറിയാവോ? താബോറില് എന്തുമാത്രം ആള്. പ്രൊവിഡൻസ് ഹോം. വണ്ടി പാർക്കുന്ന സ്ഥലങ്ങളാ. അറിഞ്ഞൂടാ. ഇവിടെയല്ല നമ്മള് വട്ടായി സേവ്യർ ഖാൻ വട്ടായിൽ അച്ഛൻ വന്നത്. ഇവിടെ ആയിരുന്നു അത്. ഇതാ വഴിയൊക്കെ നോക്കൂ. ഇതെന്നാ ചേട്ടാ വീടാണോ ചേട്ടാ? ആ ശരിയാണല്ലോ, അത് വീടാണല്ലോ. പഴയ വീടാണോ ചേട്ടാ? അറിയോ ചേട്ടൻ? ആരാന്നാ കണ്ടറിയായിരിക്കും അല്ലേ? നമുക്ക് ഇതിലുള്ള ഇടവഴിക്കടൊക്കെ കേറി പോയി നോക്കിയാലോ. ഇതേ ഇവിടെ ചേട്ടാ, അതെ ആ ചേട്ടന്റെ വീട്. ആധാരം എഴുതണ ടോമി. ഇതേ അവിടെ ഈ സൈഡിലാ കണ്ട ബോർഡ്. ഇതേ പാടം. അതേ പാടത്തോടെ ഒരു ചേട്ടൻ പോണ സീന് നല്ല രസയില് കാണാൻ. ഗ്രാമപ്രദേശം കാണണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ ഗ്രാമം കാണണമെങ്കിൽ ഗ്രാമം. ഇവിടുന്ന് പട്ടയങ്കാവിലേക്ക് പോണ വഴിയാണ് ചേട്ടാ. ഇത് ചാലാശ്ശേരിക്ക് പോണ വഴി. ഇതാ ഇതോ? നമുക്ക് അതിലിച്ചിരി ചാലാശ്ശേരി പള്ളിയിലേക്ക് പോണ വഴി. വാ ചാലാശ്ശേരി പള്ളിയാണോ ഇത്? കപ്പേള. ഇത് നമ്മുടെ വീട്ടിലേക്ക് നമ്മള് ചാലാശ്ശേരിക്ക് പോവാം. നമ്മള് ചാലാശ്ശേരിക്ക് പോകണം. ചാലാശ്ശേരിയില് ഒരു 15 സെന്റ് സ്ഥലവും ഒരു വീടും കൂടെ 21 ലക്ഷം രൂപ. 19 ലക്ഷത്തിന് ഇട്ടു. 21 ഇട്ടിട്ട് പോയില്ല. എന്നിട്ട് 19 ലക്ഷത്തിനൊക്കെ ഇട്ടു. എനിക്ക് ആ വീട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. വാങ്ങാൻ കാശില്ലല്ലോ, ഇഷ്ടപ്പെട്ട കാര്യമില്ലല്ലോ, കയ്യില് വല്ല ചൊളയും വേണ്ടേ. അങ്ങോട്ട് ഇതങ്ങോട്ട് അതാ 2 വീട്ടിലേക്ക് പോണ വഴിയാ. കണ്ടില്ലേ ടൈലൊക്കെ ഇട്ട ചേട്ടൻ. ചേട്ടനല്ലേ പറഞ്ഞത് ചാലാശ്ശേരിക്ക് പോണ വഴിയാ. അത് ആ വീടെന്ന് വെച്ചാൽ ഇങ്ങനെ വീതി കുറഞ്ഞു ടാർ റോഡൊക്കെയാ. എങ്ങടാ പോണ്ടേന്നൊന്നും ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് ആ വീട് കുറച്ച് ഭാഗം വാർത്ത, കുറച്ച് ഭാഗം ഓടോ അങ്ങനെ എന്തോ ആയിരുന്നു. എടാ നീ ഓർക്കണ്ടോടാ നമ്മളിവിടെ ഒരു വീട് നോക്കാൻ വന്നത്? നമ്മുടെ സ്ഥലമായിട്ട് മാറ്റത്തിനൊരു വീട് പറഞ്ഞു. അത് നോക്കാനായിട്ട് വന്നത് ഈ വഴിയായിരുന്നു. ആ വീട് കാണുന്നത് വിറ്റിട്ടൊന്നും ഉണ്ടാവില്ല. അത് ഒരു 5-8 പേർക്കും അവകാശമുള്ള വീടാണ്. പിന്നെ അങ്ങനെ വിൽക്കാന് സ്ഥലമായിട്ട് അവർക്ക് ആ വീട് ജന്മം ചെയ്താല് ഇതിപ്പോ ആര് വാങ്ങാനാ? ശരിക്കും ഇതുപോലെ പോയി ഒരു ഊടാമുക്കിനകത്താണ്. ഇതിന് ബസ് പോണാണോ? വണ്ടിയൊക്കെ പോണായിരിക്കൂലേ ചേട്ടാ? വഴി കണ്ടിട്ട് എനിക്ക് ആ വീട്ടിലേക്ക് ഞാൻ ഒറ്റത്തവണ വന്നു.
പക്ഷെ എനിക്ക് ഇപ്പൊ ചോദിച്ചാൽ അതെവിടെയാന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഇങ്ങനെ അങ്ങ് ചെന്ന് കഴിയുമ്പോൾ മുകളിലേക്കൊരു വഴി പോണ്ട്, അതിലെ കയറിയാലും ആ വീട്ടിൽ ചെല്ലാം. അങ്ങനെ വന്നതാണ് സ്ഥലമായിട്ട് മാറ്റത്തിന്. കുടുംബക്ഷേമ ഉപകേന്ദ്രം കരിമണ്ണൂര്. എന്തോരം വന്നു. എന്നിട്ടോ വീടോ? ആ എടാ ഈ വീടാടാ അത്. അതല്ല, ആ വീടല്ല, ഇതാടാ നമ്മളെ കണ്ട വീട്. ആ 15 സെന്റ് വീടും. ആ അത് അതാ അവര് വാങ്ങിയെന്ന് തോന്നണം. ആ 15 സെന്റ് സ്ഥലം വീടും അതാ 21 ലക്ഷത്തിന് വെക്കുമെന്ന് പറഞ്ഞ. ഓ അങ്ങനെ പോയപ്പോ അത് വീഡിയോയിൽ എടുത്തില്ല കേട്ടാ. മറ്റേ ആ വീട് ഞാൻ പോയി കണ്ടത് 10 സെന്റ് ഒരു വീടും കൂടെയായിരുന്നു. അത് അതിൻ്റെ താഴത്തെ തൊട്ടിയൊക്കെ വിൽക്കാനിട്ടേക്കുന്നത് എങ്ങാണ്ടാന്ന് തോന്നണേ. ആ നിരയിൽ തന്നെ 3 വീടിങ്ങനെയുണ്ട്. അടിയിൽ ഈ വീട് നടുക്കുള്ള വീടാന്ന് തോന്നുന്നു. അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നു കഴിയുമ്പോൾ വേറെ വീടുണ്ട്. അതിപ്പോൾ ഏത് ഭാഗത്താന്ന് മറ്റേ എനിക്ക് ചോദിച്ചാൽ അറിഞ്ഞൂടാ. എനിക്ക് ആ സ്ഥലം വാങ്ങിച്ചു തന്ന ആ ബ്രോക്കർ തന്നെയായി ഈ വീട് കൊണ്ട് കാണിച്ചു തന്നത്. കണ്ടതോടുകൂടി വേണ്ടാന്ന് മതിയായി എനിക്ക്. ചേട്ടാ വലിയൊരു പാറ. അയ്യോ, അതായിരുന്നു മറ്റേ പാറ. എന്നാ അശോക കവലയിലുള്ള പാറയോ? എന്നാ അശോക കവലയല്ലോ. ഇതെങ്ങോട്ട് ചേട്ടാ? ചേട്ടാ നല്ലൊരു വഴി. ഏതാ? ഞാൻ കേട്ടിട്ടുകൂടെ ഇല്ല. പതുക്കെ നിർത്ത. സ്റ്റോപ്പ്. പക്ഷെ ഇങ്ങനെ ഒരു പള്ളിയുള്ള കാര്യം ആർക്കും അറിഞ്ഞൂടല്ലോ. എനിക്കറിഞ്ഞൂടാ കേട്ടോ, വേറെ ആൾക്കാർക്ക് അറിയാന്നറിയില്ല. ഒരു ബോർഡൊന്നും ഇല്ല ചേട്ടാ ചാലാശ്ശേരി. എടാ ബോർഡുണ്ടോടാ? പുറകിലുണ്ടോ? അത് ഗോവയിലേക്ക് പോണേൻ്റെ. ഓ 10ാം പിയൂസ് ദേവാലയം. 10ാം പിയൂസിന്റെ പള്ളിയായത്. ഇതാണോ 10ാം പിയൂസ്? ആദ്യമായിട്ട് തന്നെ പള്ളിയിൽ പ്രാർത്ഥിച്ച് 3 കാര്യം പ്രാർത്ഥിച്ചാൽ നടക്കുമെന്നാ പറയുന്നത്. നീ 3 കാര്യം പറ, ഞാൻ മനസ്സിൽ 3 കാര്യം പറയാം. പ്രാർത്ഥിച്ചോ? നമ്മൾ വന്ന വഴിക്കാണെയാണോ തിരിച്ചു പോണേ? വന്ന വഴി കൂടെ തിരിച്ചു പോണേ. ആ വീടൊന്നോടെ ഒന്ന് കാണാറുണ്ട്. ഞാൻ വാങ്ങാൻ ആഗ്രഹിച്ച വീട്. അല്ല ഇല്ലടാ, ഈ പള്ളിയുടെ അടുത്തോടെ ഒന്നും നമ്മൾ വന്നിട്ടില്ല. ചെറിയൊരു പള്ളിയാന്ന് തോന്നൂല്ലേ ചേട്ടാ? ഒത്തിരി ഇടവക്കാര് കാണൂലല്ലോ. ഇതാന്നോ സെമിത്തേരി? അതെ, കർത്താവ് ഉയർത്തെഴുന്നേറ്റ് നിക്കണം സെമിത്തേരിയില്. അതായത് അന്ന് ആ ഏഴുമുട്ട കുരിശുപള്ളിയുടെ അവിടെ നിന്ന് തിരിഞ്ഞ് വന്നിട്ട് പിന്നെ വേറെ ഇങ്ങനെ എങ്ങാണ്ടൊരു വഴിക്കോടെ കയറിപ്പോയി. പിന്നെ അവിടെ നിന്ന് താഴേക്ക് വന്നപ്പോഴാണ് ആ വീട് പോയി കണ്ടത്. അന്നാ 21 ലക്ഷം മുടക്കി ഈ വീട് വാങ്ങിയാന്നുള്ള അവസ്ഥ ആലോചിച്ചു നോക്കിക്കല്ലേ. ഗുദാമി അല്ല ചേട്ടാ, വണ്ടി ഇല്ലല്ലോ ചേട്ടാ. ജീവിക്കാൻ നല്ലതെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്, വണ്ടി വേണ്ടേ? വണ്ടി നമുക്ക് സ്വന്തമായിട്ട് വണ്ടി ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. കിണറും വെള്ളവും എല്ലാം ഉള്ള ഒരു വീടാണ് അത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊന്നും വാങ്ങിയാൽ അതിന് രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം അതിൻ്റെ പകുതി ഓടാ.
ഇതിന്റെ പട്ടികയൊക്കെ ഇടക്കിടക്ക് പോവില്ലേ ചേട്ടാ? എനിക്ക് കയറി പട്ടിക മാറാൻ പറ്റുമോ? ഇത് ഇങ്ങോട്ടൊക്കെ കണ്ടവാണല്ലോ. ഇത് എങ്ങോട്ട് പോണ വഴിയാ ചേട്ടാ? പറഞ്ഞ ചേട്ടാ? ചാലക്കുടിയോ? ഹരിത കർഷക സ്വയം സഹായ സംഘം. സ്വയം നമ്മളങ്ങനെ വന്ന് നമ്മൾ എവിടെയോ വന്നു. ഏത് സ്ഥലാ ചേട്ടാ? ചേട്ടന് അറിയാൻ പാടില്ലായിരിക്കും. അതാ ചേട്ടൻ മിണ്ടാതിരിക്കുന്നത്. അവിടെ ചെന്ന് എത്തിക്കഴിയുമ്പോ പറയും ഈ വഴിയുടെ അവസാനം നമ്മൾ എവിടെയെങ്കിലൊക്കെ എത്തപ്പെടും, ഏതെങ്കിലും ഒരു സിറ്റിയില്. അപ്പൊ ചേട്ടൻ പറയും കണ്ടോ ഇത് അങ്ങോട്ട് ഒരു വഴിയായിരുന്നു. അതാ പട്ടയം കവലക്കാണോ? നേരെ പോണ ആലക്കോട്, ഇങ്ങോട്ട് ആലക്കോട്, കരിമണ്ണൂർ, ഇങ്ങോട്ട് കരിമണ്ണൂര്. അപ്പൊ നമുക്ക് കരിമണ്ണൂർക്ക് പോവാം. ചക്കാങ്കുന്നേൽ കവലയാ ചേട്ടാ. ചക്കാങ്കുന്നേൽ കവല റബ്ബർ തോട്ടം. ഇങ്ങോട്ടുള്ള പ്രധാനപ്പെട്ട കൃഷി റബ്ബറാണ്. എന്തൊക്കെ പറഞ്ഞാല് ഇപ്പൊ പിന്നെ കുറെ ആളുകളൊക്കെ റബ്ബർ പറിച്ചു കഴിഞ്ഞിട്ട് ഇപ്പം പിന്നെ പ്ലാവ് വെച്ച് നട്ടുപിടിപ്പിച്ച ആളുകളുണ്ട്, റംബൂട്ടാൻ നടുന്നവരുമുണ്ട് കേട്ടോ. പക്ഷെ പ്രധാനമായിട്ട് ഇപ്പോഴും റബ്ബർ തന്നെയാണ്. റബ്ബർ വെട്ടിക്കഴിയുമ്പോൾ കന്നാര നടാൻ കൊടുക്കും. കന്നാര മീൻസ് പൈനാപ്പിള് നട്ട്. പക്ഷെ ഇങ്ങോട്ടൊക്കെ ഈ ഇടവഴി ആണേലും ഇല്ലേ ചേട്ടാ, എന്തോ ഒരു വീടാലേ. ഇപ്പൊ ഇവിടെയുള്ള പിള്ളേരൊക്കെ എങ്ങനെ പള്ളിക്കൂടത്തിൽ പോകും? ഇവിടെ നിന്നുള്ള പിള്ളേരാ? അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ, സ്കൂൾ ബസ് ഇല്ലെങ്കിൽ ഒരു ബസ്സിന് നടക്കൂലല്ലോ. പക്ഷെ ഇഷ്ടംപോലെ വീടുണ്ടത്. ആ വീട്ടിൽ ആരും ഇല്ല ചേട്ടാ. അവരൊക്കെ എന്റെ പോലും. അവിടെ നമ്മളവിടെ എത്തിയോ? അതുകൊള്ളാലോ. ഈ സൈഡില്ലേ? നമ്മൾ ഇങ്ങനെ വന്നു, നമ്മൾ ഇതില് തന്നെ വന്നു, നമ്മളിട്ട് ഇതില് വന്നു. അതല്ലേ? ആ ഇതല്ലേ വിൽസന്റെ പഴയ വഴി? അച്ഛനുണ്ടെങ്കിൽ അതിലൊരു ബോർഡുണ്ടെങ്കിൽ ആരമാർക്ക് വിൽസന്റെ വീട്ടിലേക്ക് ഇതിലെ കയറണ്ടെന്നുള്ളതാ. ഇതാണ് വിൽസന്റെ വീട് കേട്ടാ. നാളെ നമ്മളൊരു ആദ്യ കുർബാനക്കൊക്കെ പോയില്ലേ, ആ കൊച്ചിന്റെ വീടാണത്. അപ്പൊ നമ്മൾ അങ്ങനെ പോയി ഇങ്ങനെ വന്നു. അത് കൊള്ളാലോ. റംബൂട്ടാൻ വലയിട്ട് നിർത്തിയേക്കണ നല്ല രസമാ. ചുവന്ന വല കണ്ട. അപ്പൊ ഞങ്ങൾ ഏതോ വഴിക്കോടെ കയറി, ഈ മഴയത്ത് ഏതോ വഴിയിൽ കൂടി വന്നു അവസാനം ഒരു വഴിയിലെത്തി. എന്നെ സംബന്ധിച്ച് ഏതോ വഴിക്കോടെ പോയി ഏതോ വഴിക്കോടെ വന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ നമ്മളെത്തി. നമ്മൾ കണ്ട ആ കപ്പേളതാണ്, ആ ഒരു കുരിശുപള്ളിയുടെ അതിലല്ലേ നമ്മൾ കയറി പോയത്. അപ്പൊ നമ്മള് കയറിപ്പോയി. അവിടെ നിന്ന് പതുക്കെ സ്റ്റോപ്പ് ചെയ്യണേ. അവിടെ ഒരു പട്ടി ഉണ്ടെന്നാ ഇവൻ പറഞ്ഞ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ആ പട്ടി ഉണ്ടെങ്കിൽ പറയണ്ടേ, എന്നല്ല എനിക്കത് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുള്ളൂന്ന്. അപ്പൊ നമ്മള് ഇങ്ങനെ കാണാൻ പറ്റുവോടാ? ഇതെങ്ങോട്ട് കയറിപ്പോണേ? പട്ടീനെ കാണാനാ? എവിടെടാ പട്ടി? ഇതേ കിടക്കണോ? അത് അവിടെ ഒരു സെറ്റ് പോലെ ഇട്ടിട്ടില്ലേ, ആ സെറ്റ് കയറി കിടപ്പുണ്ട്. ഇനി നമ്മൾ അങ്ങോട്ടാ ചേട്ടാ പോണേ? ഇതിപ്പോ നമ്മള് വീണ്ടും വന്ന വഴിയാണ് കേട്ടോ സുഹൃത്തുക്കളെ. നിങ്ങൾക്ക് ഈ വഴി ഓർമ്മയുണ്ടെങ്കിൽ പറയുക. നമ്മള് വന്ന വഴിയാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഞാൻ കുറച്ചു നേരത്തേക്ക് ഓഫ് ചെയ്യാൻ പോവാ.
നമ്മൾ വീണ്ടും ആ റീട്രീറ്റ് സെന്ററിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായില്ലേ, ഭൂമി ഉരുണ്ടതാണ്. നമ്മൾ എതിൽ പോയാലും ഒരറ്റത്ത് നിന്ന് നമ്മൾ വേറൊരു അറ്റത്ത് എത്തിയിരിക്കും സുഹൃത്തുക്കളെ. നിങ്ങൾ നോക്കും, മതിലിൽ വരെ പടങ്ങളാണ്. ഒരുപാട് പേര് വന്ന് പ്രാർത്ഥിച്ച് ഒരുപാട് കാര്യങ്ങൾ നേടി പോകുന്നൊരിടാണ് കേട്ടോ. ഞാൻ വിശ്വസിക്കണ എന്നാന്ന് ചേട്ടൻ അറിയാമോ ചേട്ടാ? ഇപ്പം ഒരു കൂട്ടായ്മയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോഴേ ഒരുപാട് പേരുടെ പ്രാർത്ഥനയിൽ ദൈവം അവിടെ ഇറങ്ങി വരും. അതായിരിക്കാം ചിലപ്പോൾ ആ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ ആയിരിക്കില്ല ചേട്ടാ? ഒരു പോസിറ്റീവ് എനർജി അല്ലേ, എല്ലാവരും വന്ന് പ്രാർത്ഥിക്കുവല്ലേ ചെയ്യുന്നേ. അപ്പൊ അവിടെ ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യുവല്ലേ, അപ്പൊ ആ കാര്യം അവിടെ നടക്കും. അല്ല, ഇതല്ല വീട്. ദേ വെച്ചേക്കണണ്ട, ഇത് കണ്ടാ? അപ്പൊ ഏതാ വീട്? ഈ വഴിയായിരിക്കും. കണ്ടത്തിലാരുടെ കിണർ കുത്തിയേ. അപ്പം ഇനിയിപ്പം നമ്മൾ നമ്മുടെ അങ്ങോട്ട് പോയി കയറുമല്ലേ, അല്ല ചേട്ടാ? ആ, ഇവിടെ വെച്ചാ നമ്മൾ തിരിഞ്ഞ് അങ്ങോട്ട് പോയ പത്താമ്പീസ് പള്ളി. രണ്ട് സിംഹം ഇരിക്കണം ഒരു വീടിന്റെ മുമ്പില്. അതൊക്കെ എത്ര ഔട്ട് ഓഫ് ഫാഷനാന്ന് പറഞ്ഞാലും കാണുമ്പോ ഒരു രസമല്ലേ. ആ, ഞങ്ങള് വീട് നോക്കുമ്പോ ഈ വഴിയാ ചേട്ടാ, ഈ വഴിയാ. എടാ, നമ്മള് പോയത് ഈ വഴിയാ കണ്ടാടാ. ഇല്ല, ആ വീടൊക്കെ ഉള്ളിലേക്ക് കയറിയിരിക്കുന്നത്. ഇനിയിപ്പം നമ്മള് തൊടുപുഴ കരിമണ്ണൂർ റോഡിലേക്ക് പോയി കയറും. ഇനി എനിക്കറിയാം, ഞാൻ രാജാവായി. അവിടെ പോയതോടുകൂടി എനിക്ക് മതിയായി. ഒന്ന് റോഡിൽ എത്തപ്പെടണമെങ്കിൽ ദൈവം തമ്പുരാനെ വിളിക്കേണ്ടി വരും. ഇവിടെ കുറെ വീടുകളൊക്കെ ഉണ്ടല്ലേ. ഇപ്പൊ എല്ലായിടത്തും വീടുകളാ, ജനങ്ങളാ, പുതിയ പുതിയ വീടുകൾ ഉണ്ടാകുക അല്ലേ ചേട്ടാ? പക്ഷെ അപ്പൊ ഒരു കാര്യമുണ്ട് ചേട്ടാ, പണ്ടത്തെ കാലത്തെ 10 മക്കളൊക്കെ അല്ലേ, 8ഉം 10ഉം 9ഉം 12 മക്കളൊക്കെയാണ്. അപ്പൊ ഇത്രയും വീടുകളില്ലായിരുന്നല്ലോ ചേട്ടാ. ഇപ്പൊ 1ഉം 2ഉം പിള്ളേരൊക്കെ ഉള്ളു, പക്ഷെ വീടുകൾ കൂടുവാണല്ലോ. 10 മക്കളുണ്ടെങ്കിൽ 9 മക്കൾക്കും വീട് വേണ്ടേ? വേറെ സ്ഥലത്ത് വീടായില്ലേ? പക്ഷെ അന്നാ 9 പേർക്ക് അന്നേരം ഇത്രയും വീടില്ലല്ലോ. നമ്മൾ ഏഴുമുട്ടത്ത് എത്തിയിട്ടത്. അത് നമ്മൾ തൊടുപുഴയ്ക്ക് പോകും, ഇനി നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകും. ഇനി നമ്മുടെ വീട്ടിലേക്ക് പോകാനായിട്ട് ഒത്തിരി ദൂരമൊന്നും ഇല്ല. 2 വളവ് തിരിഞ്ഞാൽ നമ്മൾ നമ്മുടെ വീട്ടിലെത്തും. ഞാൻ അങ്ങനെ നീ എന്ന് പറഞ്ഞ് എണ്ണാ നിക്കരുത്. എവിടെ 2? നീ പോണവർക്കാന്ന്. ഇത് 1, ഇതൊരു വളവ്, അങ്ങനെയുള്ള വളവ്. നീ എന്തോ ഓർത്തേ? എവിടെ? ഒരു 4 ഇല്ല, അതൊരൊറ്റ വളവ്. വളവെന്ന് പറഞ്ഞാൽ അപ്പുറത്തെ സൈഡ് കാണരുത്, മനസ്സിലായോടാ? ആ, ഇത് 2ാമത്തെ വളവ് കേട്ടോടാ. ഇതൊന്നും വളവായിട്ട് നീ എടുക്കരുത്. അത് വളവാണെങ്കിലും വളവല്ല. സുമതി വളവ് 4 അല്ല 3. നീ പോടാ, നീ പോടാ. അവിടെ ഒരു കടയൊക്കെ ഉണ്ട്, 100 വർഷം പഴക്കം. അതാണ് ട്യൂഷൻ പോണേ. അപ്പൊ ഈ റോഡരികിലേക്കാണ്ട് ട്യൂഷൻ എന്നും പറഞ്ഞ് എഴുതി വെച്ചേക്കണ ഞാൻ കണ്ടിട്ടുണ്ടല്ലോടാ. അവരിപ്പൊ എടുക്കുന്നില്ലേ? ഈ ഭാഗത്തെങ്ങാണ്ട് ട്യൂഷൻ എന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അല്ല, ഞാൻ ഇവിടെ അങ്ങനെ കണ്ടായിട്ട് ഓർക്കുന്നുണ്ട്. ഇതാ, അതൊരു ഹോമിയോ ക്ലിനിക് ആണ് കേട്ടാ.
നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയുള്ള ഹോമിയോ ക്ലിനിക്കാണ്. ഞാൻ ഇന്നൊരു ഹോമിയോ മരുന്നൊന്നും കഴിച്ചിട്ടില്ല, ആയുർവേദ മരുന്നും കഴിച്ചിട്ടില്ല, ഒള്ളി അലോപ്പതി. നമ്മുടെ വീട്ടിലേക്ക് പോണ വഴി എത്തി. ഇതാണ് നമ്മുടെ ജംഗ്ഷൻ. ഇതാണ് എലമ്പിലക്കാട്ട് ദേവീ ക്ഷേത്രത്തിന്റെ ഭണ്ഡാരം. ഇതാണ് നമ്മൾ വീട്ടിലേക്ക് പോകുവാണ്. ഇതാ നമ്മൾ വീട്ടിലേക്ക് തിരയുകയാണ്. നമ്മൾ പോകുന്നു. അങ്ങനെ ഏതിലേക്കാ നമ്മൾ പോയി നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഭൂമി ഉരുണ്ടതാണെന്ന് ചേട്ടന് മനസ്സിലായോ? അതെന്താ കാരണം? അതെങ്ങനെയാ? എനിക്ക് ചേട്ടൻ പോയടത്തോളം ഞാൻ എങ്ങനെ പോവാനാ? ചേട്ടൻ അങ്ങ് സൗദി വരെ പോയില്ലേ? ഞാൻ സൗദി പോയിട്ട് ഞാൻ വരെ പോലും പോയിട്ടില്ല. ഈ മഴയത്തെ വീട്ടിൽ കിടന്ന് ഉറങ്ങണം. എന്ത് രസമാ! അതിപ്പരം രസം വേറെ ഒന്നുമില്ല. മഴയത്ത് വെറുതെ വീട്ടിൽ കിടന്ന് ഉറങ്ങണം. എന്നിട്ട് ഇച്ചിരി കട്ടൻ ചായയൊക്കെ ഇട്ട് കുടിച്ചു വല്ല കപ്പവാട്ടിയതും തിന്നിരിക്കണം. മഴയത്താ നന്നായി. അങ്ങനെ നമ്മളേഖരമായി നമ്മൾ വീട്ടിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അമ്മച്ചി വീടിന്റെ സിറ്റ് ഔട്ടിൽ നിന്നിട്ട് എന്തോ ചെയ്യുന്നുണ്ട്. അയ്യോ ആണി കുഞ്ഞുങ്ങൾ. വാവൂ. അപ്പോൾ കാറിൽ തന്നെ ഇരുന്ന് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വിശേഷവും പുതുപുത്തൻ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ദിസ് ഈസ് സൈനിങ് ഓഫ് ബിന്ദുസ് ഡ്രീംസ്. ബൈ.